Hello everyone, welcome back to Learn with GGP. So in today's video, നമ്മൾ പഠിക്കാൻ പോകുന്ന chapter ആണ് Timeline and Sources of History. Okay, so in this chapter, നമ്മൾ history നമുക്ക് അറിയണമെങ്കിൽ എന്തൊക്കെ sources നമുക്ക് ആവശ്യമാണ് and historyയിൽ നടന്ന ഓരോരോ കാര്യങ്ങൾ ഏത് ടൈമിലാണെന്ന് ആണ് പഠിക്കുന്നത്. Okay, so first of all, it's a very easy chapter, so no need to worry at all. So let us start. So first of all, ഇവിടെ ഒരു quote കൊടുത്തിട്ടുണ്ട് by E.H. Carr. Okay, so ആ quoteൽ പറയുന്നത് history is an unending dialogue between the present and the past, between the society of today and the society of yesterday. We can fully understand the present only in the light of the past. So this means that history എന്തുവാ, history ഒരു unending conversation ആണ്. Okay, between the present, ഇപ്പോഴത്തെ കാലത്തിൻ്റെ ഇടയ്ക്കും പിന്നെ പോയ കാലത്തിൻ്റെ ഇടയ്ക്കും, മീൻസ് പാസ്റ്റിൻ്റെ ഇടയ്ക്കും, പ്രസൻറ്റും പാസ്റ്റിൻ്റെ ഇടയ്ക്കും നടക്കുന്ന ഒരു unending conversation ആണ്. Okay, history. Okay, between the society of today and the society of yesterday. Okay, and history നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് that പാസ്റ്റിലുള്ള സൊസൈറ്റിയും പ്രസൻറ്റിലുള്ള സൊസൈറ്റിയിലും എന്തൊക്കെ ഡിഫറൻസസ് ഉണ്ട്. ഓക്കെ, എന്തൊക്കെ ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഓക്കെ, വി കൻ ഫുള്ളി അണ്ടർസ്റ്റാൻഡ് ദ പ്രസൻറ്റ് ഓൺലി ഇൻ ദി ലൈറ്റ് ഓഫ് ദി പാസ്റ്റ്. ഓക്കെ, സോ നമുക്ക് പ്രസൻറ്റിൽ നടക്കുന്നത് എങ്ങനെയാണ് മനസ്സിലാകുന്നത്, നമ്മൾ ഹിസ്റ്ററി പാസ്റ്റിൽ എന്തുവാണ് നടന്നത് അത് നമുക്ക് മനസ്സിലായാലേ നമുക്ക് പ്രസൻറ്റിൽ നടക്കുന്ന കാര്യങ്ങൾ മനസ്സിലാകത്തുള്ളൂ. ഓക്കെ, സോ അതാണ് E.H. Carr ഈ കോട്ടിൽ പറഞ്ഞിരിക്കുന്നത്. ഇപ്പം നമുക്ക് ഈ പിക്ചറിൽ കൊടുത്തേക്കുന്നത് എന്താണെന്നറിയാം, ഇത് നാഷണൽ മ്യൂസിയം ഓഫ് ന്യൂ ഡൽഹിയാണ്. ന്യൂ ഡൽഹിയിലുള്ള ഒരു നാഷണൽ മ്യൂസിയമാണ്. ഇവിടെ പാസ്റ്റിലുള്ള സ്റ്റാച്യൂസ്, കോയിൻസ്, ഓർണമെൻറ്റ്സ് ഇതൊക്കെ ഇവിടെ സൂക്ഷിച്ച് പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, സോ അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഹിസ്റ്ററി ഇച്ചിരൂടെ നല്ലതായിട്ട് അറിയാൻ അത് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, സോ നൗ ലെറ്റ് സ്റ്റാർട്ട്. ഹൗ ഡു വി ലേൺ അബൌട്ട് ദ പാസ്റ്റ്? നമുക്ക് പാസ്റ്റിനെ കുറിച്ച് നമ്മൾ എങ്ങനെയാണ് അറിയുന്നത്? ഓക്കെ, എന്തെങ്കിലും വേണ്ടേ, എന്നാലല്ലേ നമ്മൾ പാസ്റ്റിനെ കുറിച്ച് നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. സോ അതെന്ത് സാധനങ്ങളാണ് വിച്ച് ഹെൽപ്പ് ആസ് ടു ലേൺ അബൌട്ട് ദി പാസ്റ്റ്? ഓക്കെ, സോ ലെറ്റ് സീ. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇൻ ദിസ് പിക്ചർ നമുക്ക് കാണാം ദാറ്റ് സീ ഈ ബ്ലൂ ലൈൻസിലെ, ഈ ബ്ലൂയിൽ കൊടുത്തേക്കുന്ന ഈ ലൈൻസ് ഇതൊക്കെ ബില്യൺ ഇയേഴ്സ് അഗോ ആണ്. ആൻഡ് ഈ ഡാർക്ക് ബ്ലൂയിൽ കൊടുത്തേക്കുന്ന മില്യൺ ഇയേഴ്സ് അഗോ, മീൻസ് ഇതില്ലേ ഇത് ഫുള്ള് മില്യൺ ഇയേഴ്സ് അഗോ നടന്നതാണ്. ആൻഡ് ദെൻ ഗ്രീനിൽ കൊടുത്തേക്കുന്നത് ഇയേഴ്സ് അഗോ, മീൻസ് റീസെൻ്റ്ലി നടന്ന സംഭവങ്ങളാണ്. ഓക്കെ, സോ we can see that first cell earth എപ്പോഴായിരുന്നു ക്രിയേറ്റ് ആയത്? 4.54 ബില്യൺ ഇയേഴ്സ് അഗോ. ആൻഡ് ദെൻ ഓക്സിജൻ നമുക്ക് ഭൂമിയിൽ 2.33 ബില്യൺ ഇയേഴ്സ് അഗോ ആണ് കിട്ടാൻ തുടങ്ങിയത്. ഓക്കെ, ആൻഡ് ദെൻ ഈ ആനിമൽസും ഒത്തിരി ഓർഗാനിസംസും നമ്മളൊക്കെ വരുന്നതിന് മുമ്പേ ഇവരൊക്കെ ലോകത്തുണ്ടായിരുന്നു. ഓക്കെ, ലൈക്ക് ബേർഡ്സ്, മാമൽസ്, ഫ്ലവേഴ്സ് ആൻഡ് ബീസ് ഇതൊക്കെ നമ്മൾ ഉണ്ടാകുന്നതിന് മുമ്പേ ഈ ലോകത്തുണ്ടായിരുന്നു. ഓക്കെ, ബട്ട് ഇപ്പം ഹ്യൂമൻസ് എങ്ങനെയാണ് ജീവിക്കുന്നത്? നമ്മൾ തന്നെയായി ഭൂമിയിൽ കിങ്ങും ക്വീനും അങ്ങനെയാണ് ഇപ്പോൾ ജീവിക്കുന്നത്. ബട്ട് ദെൻ നമ്മൾ മറന്നു പോകും ദാറ്റ് നമ്മളൊക്കെ ഇൻവെൻ്റ് ആകുന്നതിന് മുമ്പും ഈ ലോകത്ത് നമ്മളെക്കാളും മുമ്പുള്ള ജീവികളും പ്രാണികളും ഒക്കെ ഉണ്ടെന്ന് നമ്മൾ മറന്നു പോകും. ഓക്കെ, സോ പ്രൈമേറ്റ്സ് എപ്പോഴാണ് ജസ്റ്റ് 1 മില്യൺ ഇയേഴ്സ് അഗോ ആണ് പ്രൈമേറ്റ്സ് ബോൺ ആയത്. ഓക്കെ, സോ പ്രൈമേറ്റ്സ് ആണ് ഹ്യൂമൻസ്, മീൻസ് നമ്മുടെയൊക്കെ ആൻസിസ്റ്റേഴ്സ്, പൂർവ്വജന്മാരൊക്കെയാണ് പ്രൈമേറ്റ്സ്. ഓക്കെ, സോ അവർ 1 മില്യൺ ഇയേഴ്സ് സംതിങ് അഗോ ആണ് ബോൺ ആയത്. ഓക്കെ, മീൻസ് ഇൻവെൻറ്റ് ആയത്. ആൻഡ് ദെൻ ഫയർ റീസെൻ്റ്ലി ആണ്. ആൻഡ് ദെൻ ഹോമോസേപ്പിയൻസ് മീൻസ് നമ്മളെപ്പോഴാണ് ഇൻവെൻറ്റ് ആയത്? 300,000 ഇയേഴ്സ് അഗോ. ഓക്കെ, ജസ്റ്റ് റീസെൻ്റ്ലി. ആൻഡ് ദെൻ റൈറ്റിംഗ് എഴുതാൻ എപ്പോഴാണ് നമ്മൾ തുടങ്ങിയത്? 6,500 ഇയേഴ്സ് അഗോ. ഓക്കെ, സോ ഇതൊക്കെ റീസെൻ്റ് ആയിട്ട് സംഭവിച്ച കാര്യങ്ങളാണ്. ബട്ട് ഇതിനൊക്കെ മുമ്പേ കുറേ ജീവികൾ ഈ ലോകത്തുണ്ടായിരുന്നു, ഓക്സിജൻ ഉണ്ടായിരുന്നു, എർത്ത് ഒത്തിരി നാളുകളായിട്ട് 4.54 ബില്യൺ ഇയേഴ്സ് അഗോ തൊട്ടേ ഉണ്ടായിരുന്നു. ഓക്കെ, സോ ഇതൊക്കെ ഹിസ്റ്ററിയിൽ നടന്ന സംഭവങ്ങളാണ്. So you will discover in science that the earth has a very very long history of which we humans occupy only a little part, the most recent one. Okay, so in science നിങ്ങൾ പഠിക്കും that earth നമ്മളിപ്പോൾ കാണുന്ന പോലല്ല, ഇതിന് വലിയൊരു ഹിസ്റ്ററി ഉണ്ട്. ഓക്കെ, ഇതിന് വലിയൊരു ഹിസ്റ്ററി ഉണ്ട്. ആൻഡ് ഹ്യൂമൻസ് നമ്മളൊക്കെ ഇതിൻ്റെ ഒരു ചെറിയ പാർട്ടാണ്. ഓക്കെ, ചെറിയ പാർട്ട്, ബട്ട് ഇതിനൊരു ലോങ് ആൻഡ് ഡീപ്പ് ഹിസ്റ്ററി ഉണ്ട്. സോ നമുക്കൊക്കെ ഇപ്പോൾ ഹിസ്റ്ററിനെ കുറിച്ച് കുറേ കാര്യങ്ങൾ അറിയാം. ബട്ട് ആ കാര്യങ്ങൾ നമ്മളെ അറിയാൻ ആരാ ഹെൽപ്പ് ചെയ്തത്? അതാരാ നമുക്ക് കണ്ടുപിടിച്ച് തന്നത്? ഓക്കെ, നമുക്ക് കണ്ടുപിടിച്ച് നിങ്ങളുടെ ബുക്സിലൊക്കെ ഇട്ടൊക്കെ തന്നത് അതാരാ ഹെൽപ്പ് ചെയ്തതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, so first of all, geologist. Okay, geologist എന്താ ചെയ്യുന്നത്? Study the physical features of the earth like the soil, stones, hills, mountains, rivers, seas, oceans and other such parts of the earth. Okay, സോ ലൈക്ക് ഇപ്പോൾ ഹ്യൂമൻ ബോഡി. ഓക്കെ, ഹ്യൂമൻ ബോഡിയിൽ തന്നെ പല്ലിന് വേദനയുണ്ടെങ്കിൽ നിങ്ങൾ ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് പോകും. ആൻഡ് ദെൻ നിങ്ങളുടെ ഹാർട്ടിന് വല്ല പ്രോബ്ലം ഉണ്ടെങ്കിൽ യു വിൽ ഗോ ടു കാർഡിയോളജിസ്റ്റ്. അങ്ങനെ തന്നെ ഹിസ്റ്ററിയുടെ പല പല ഭാഗങ്ങൾ കണ്ടുപിടിക്കുന്ന വേറെ ആൾക്കാരുണ്ട്, ലൈക്ക് ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്, അങ്ങനെ തന്നെ ജിയോളജിസ്റ്റ്, പാലൻറ്റോളജിസ്റ്റ്, ആന്ത്രോപോളജിസ്റ്റ്, ആർക്കിയോളജിസ്റ്റ്, അങ്ങനെ വേറെ ആൾക്കാരുണ്ട്. ഓക്കെ, സോ അവരുടെ എന്തൊക്കെയാണ് ഫംഗ്ഷൻസ്, അവരെന്തുവാ ചെയ്യുന്നതെന്ന് നമുക്ക് ഇപ്പോൾ കാണാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ജിയോളജിസ്റ്റ് ആയിരുന്നു. സോ ജിയോളജിസ്റ്റ് എന്തുവാ ചെയ്യുന്നത്? നമ്മുടെ എർത്തിൻ്റെ ഫിസിക്കൽ ഫീച്ചേഴ്സില്ലേ, ലൈക്ക് സോയിലായി, കല്ലുകളായി, മൗണ്ടെയിൻസ് ആയി, ഓക്കെ, റിവർ, സീ, ഓഷ്യൻ, അതൊക്കെ കണ്ട് അതിനെ അനലൈസ് ചെയ്ത് അതിനെക്കുറിച്ച് പഠിച്ച് ആൻഡ് ദെൻ അത് പാസ്റ്റിൽ എങ്ങനെയായിരുന്നു, ഇപ്പോൾ എങ്ങനെയാണ് അതറിയുന്നതാണ് ജിയോളജിസ്റ്റിൻ്റെ പണി. ഓക്കെ, മീൻസ് എർത്തിൽ ഇപ്പോൾ നമ്മൾ കാണുന്ന ട്രീസ്, ഇപ്പോൾ ഫിസിക്കലി പ്രസൻറ്റ് ആയിട്ടുള്ളത് സോയിൽ, മണ്ണ്, ഓഷ്യൻ, സീ, അതൊക്കെ കണ്ട് എന്തുവാ അതിൻ്റെ സ്ഥിതി അത് മനസ്സിലാക്കുന്നതാണ് ജിയോളജിസ്റ്റിൻ്റെ പണി. സോ ജിയോളജിസ്റ്റ് എന്തുവാ പഠിക്കുന്നത്, അറിയുന്നത്? എർത്തിൻ്റെ ഫിസിക്കൽ ഫീച്ചേഴ്സ് ആണ് അവർ നോട്ടീസ് ചെയ്യുന്നത്. ഓക്കെ, and the next one is paleontologist. Okay, study the remains of plants, animals and humans from millions of years ago in the form of fossils. So
സോ പാലന്റോളജിസ്റ്റ് പാസ്റ്റിലുള്ള പ്ലാന്റ്സ് മില്യൺസ് ഓഫ് ഇയേഴ്സ് അഗോ ഉള്ള പ്ലാന്റ്സ് ആനിമൽസ് ഹ്യൂമൻസ് അവരുടെയൊക്കെ ഫോസിൽസ് കണ്ടുപിടിച്ച് അത് കണ്ടാണ് അവർ പാസ്റ്റിനെ കുറിച്ച് അറിയുന്നത്. ഓക്കെ, സോ ഫോസിൽസിൻ്റെ മീനിങ് എന്തുവാ? ലൈക്ക് ഫോർ എക്സാമ്പിൾ ഡൈനസോർസ്. ഓക്കെ, സോ ഡൈനസോർ ഒരു കാലത്ത് ഈ ലോകത്തുണ്ടായിരുന്നു, ഇപ്പോൾ അതില്ല. ഓക്കെ, സോ ഡൈനസോർസ് ഉള്ള കാലത്ത് ഫോർ എക്സാമ്പിൾ ഒരു ഡൈനസോർ മരിച്ചുപോയി. ഓക്കെ, സോ അത് മരിച്ചു കഴിഞ്ഞിട്ട് ആ സോയിലിൽ തന്നെ അതിൻ്റെ ബോൺസ് കിടക്കുമായിരുന്നു. സോ ഒത്തിരി കാലം കഴിയുമ്പം ആ ബോൺ ആ സോയിലിൽ തന്നെ കിടന്നിട്ട് അതൊരു ഫോസിലായി മാറും. ഓക്കെ, ആൻഡ് ദെൻ മില്യൺസ് ഓഫ് ഇയേഴ്സ് കഴിയുമ്പം ഇങ്ങനെ പാലന്റോളജിസ്റ്റ് പോയി തപ്പുമ്പം അവർക്ക് ആ ഫോസിൽ കിട്ടും. അപ്പോൾ അവരറിയും ദാറ്റ് ഇത്രയും മില്യൺ ഇയേഴ്സ് അഗോ ഈ ലോകത്തൊരു ഡൈനസോർ പോലത്തെ ജീവിയും ഉണ്ടായിരുന്നു. സോ അതാണ് പാലന്റോളജിസ്റ്റിൻ്റെ പണി. ഓക്കെ, സോ അവർ ഫോസിൽസ് കണ്ടുപിടിക്കും, അതാണ് അവരുടെ പണി. നെക്സ്റ്റ് ഇസ് ആന്ത്രോപോളജിസ്റ്റ്, സ്റ്റഡി ഹ്യൂമൻ സൊസൈറ്റീസ് ആൻഡ് കൾച്ചേഴ്സ് ഫ്രം ദി ഓൾഡസ്റ്റ് ടൈംസ് ടു ദി പ്രസൻറ്റ്. സോ ആന്ത്രോപോളജിസ്റ്റ് എന്താ ചെയ്യുന്നത്? അവർ ഹ്യൂമൻ സൊസൈറ്റി ആൻഡ് കൾച്ചറിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഓക്കെ, ലൈക്ക് പാസ്റ്റിൽ ആൾക്കാർ എങ്ങനെയായിരുന്നു ജീവിക്കുന്നത്, അവരുടെ സൊസൈറ്റിയിൽ എന്തൊക്കെ റൂൾസ് ഉണ്ടായിരുന്നു, എന്തൊക്കെ റെഗുലേഷൻസ്, കൾച്ചർ എന്തുമായിരുന്നു, എന്തൊക്കെ ഫെസ്റ്റിവൽസ് അവർ സെലിബ്രേറ്റ് ചെയ്യുമായിരുന്നു, അതൊക്കെയാണ് ആന്ത്രോപോളജിസ്റ്റ് കണ്ടുപിടിക്കുന്നത്. ആൻഡ് ദെൻ കംസ് ദി ആർക്കിയോളജിസ്റ്റ്, സ്റ്റഡി ദ പാസ്റ്റ് ബൈ ഡിഗിങ് അപ്പ് റിമെയിൻസ് ദാറ്റ് പീപ്പിൾ, പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ലെഫ്റ്റ് ബിഹൈൻഡ് സച്ച് എസ് ടൂൾസ്, പോട്ട്സ്, ബീഡ്സ്, ഫിഗറിൻസ്, ടോയ്സ്, ബോൺസ് ആൻഡ് ടീത്ത് ഓഫ് ആനിമൽസ് ആൻഡ് ഹ്യൂമൻ, ബേൺഡ് ഗ്രെയിൻസ്, പാർട്സ് ഓഫ് ഹൗസസ് ഓഫ് ബ്രിക്സ് അമോങ് അതേഴ്സ്. ഓക്കെ, സോ ഇവർ ആർക്കിയോളജിസ്റ്റ് എന്താ ചെയ്യുന്നത്? അവർ പാസ്റ്റിലുള്ള എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ കണ്ടുപിടിക്കും. ഓക്കെ, ലൈക്ക് ഫോർ എക്സാമ്പിൾ ഇപ്പം നിങ്ങളുടെ സിറ്റിയിൽ ഒരു സുനാമി വന്നു. ഓക്കെ, സോ സുനാമി നിങ്ങളുടെ എല്ലാം ഏതെങ്കിലും ഒരു സിറ്റിയിൽ ഒരു സുനാമി വന്നു, അത് കഴിഞ്ഞിട്ട് ആ ഫുള്ളൊരു സിറ്റി വെള്ളത്തിനടിയിലായിപ്പോയി. ഓക്കെ, വെള്ളത്തിനടിയിലായിപ്പോയി. ആൻഡ് ദെൻ മില്യൺസ് ഓഫ് ഇയർ കഴിയുമ്പം, ഒത്തിരി കാലം കഴിയുമ്പം ആർക്കെങ്കിലും ഒരാൾക്ക് അവിടെ ഒരു പാത്രമോ ആരുടെയും തുണിയോ ആരുടെയും എന്തെങ്കിലും ഒരു ടൂളോ എന്തെങ്കിലും ലൈക്ക് ടോയ്സോ എന്തെങ്കിലും ഒന്ന് കിട്ടുമ്പം അവർ അതിനെ വെച്ച് പിന്നെ പഠിക്കും. ഓക്കെ, സോ ആർക്കിയോളജിസ്റ്റ് എന്താ ചെയ്യുന്നത്? ഇങ്ങനത്തെ ചെറിയ സാധനങ്ങൾ കണ്ടുപിടിച്ചിട്ട് അങ്ങനെ അവർ പാസ്റ്റിനെ കുറിച്ച് അറിയും. അതാണ് ആർക്കിയോളജിസ്റ്റിൻ്റെ വർക്ക്. ഓക്കെ, സോ നെക്സ്റ്റ് ഇസ് ഹൗ ഇസ് ടൈം മെഷർഡ് ഇൻ ഹിസ്റ്ററി. ഹിസ്റ്ററിയിൽ ടൈം എങ്ങനെയായിരുന്നു ആൾക്കാർ മെഷർ ചെയ്യുന്നത്? ഓക്കെ, ലൈക്ക് ഇപ്പോൾ നമ്മളെങ്ങനെയാണ് ചെയ്യുന്നത്? ഒരു മാസത്തിൽ 30 ഡേയ്സ് ഉണ്ട്, അല്ലെങ്കിൽ 31 ഡേയ്സ് ഉണ്ട്, ആൻഡ് ദെൻ 4 സൺഡേയ്സ്, അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ മെഷർ ചെയ്യുന്നത്. ഓക്കെ, സോ ഹിസ്റ്ററിയിൽ എങ്ങനെയായിരുന്നു ചെയ്യുന്നത്? അതാണ് ഈ പാർട്ടിൽ അറിയുന്നത്. സോ ഫസ്റ്റ് 3 ലൈൻസിൽ കൊടുത്തേക്കുന്ന ഇതാ ദറ്റ് എല്ലാ സൊസൈറ്റിയും എല്ലാ കൾച്ചറിനും അവരുടേതായ ഒരു വേ ഉണ്ടായിരുന്നു. ഓക്കെ, അവരുടേതായ ഒരു സ്റ്റൈൽ ഉണ്ടായിരുന്നു ടൈം മെഷർ ചെയ്യാൻ. ഓക്കെ, എല്ലാവർക്കും അവരുടെ ഒരു വേ ഉണ്ടായിരുന്നു, ലൈക്ക് എല്ലാ സൊസൈറ്റി ആൻഡ് കൾച്ചറിനും. ആൻഡ് ഓൾസോ പാസ്റ്റിൽ ഇങ്ങനെയായിരുന്നു ദറ്റ് ഏതെങ്കിലും ഒരു കിങ് ജനിച്ചെന്ന് ഓർത്തോ, സോ അതൊരു പുതിയ കാലം അവർക്ക് വേണ്ടി. ആൻഡ് ദെൻ ഏതെങ്കിലും ഒരു കിങ് മരിച്ചുപോയി, സോ അതൊരു പുതിയ കാലം അവർക്ക് വേണ്ടി. ആരെങ്കിലും ഏതെങ്കിലും ഒരു ഫൈറ്റ് ജയിച്ചു, സോ അതൊരു പുതിയ കാലമായി അവർക്ക് വേണ്ടി. സോ അവരിങ്ങനെയായിരുന്നു, ന്യൂ എറ എന്നായിരുന്നു അവരിതിന് പറയുന്നത്. ഓക്കെ, സോ എന്തെങ്കിലും ഒരു മേജർ ഇവൻറ്റ് നടന്നു കഴിഞ്ഞിട്ടുള്ള കാലം അവർക്ക് ഒരു പുതിയ കാലമായിരുന്നു, സോ അതിനാണ് ന്യൂ എറ എന്ന് പറയുന്നത്. സോ പാസ്റ്റിൽ അതങ്ങനെയായിരുന്നു, ബട്ട് പ്രസൻറ്റിൽ നമ്മൾ ഗ്രിഗോറിയൻ കാലണ്ടറാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഹോൾ വേൾഡ് വൈഡ് ഫുൾ ലോകത്ത് ഇപ്പോൾ ഗ്രിഗോറിയൻ കാലണ്ടറാണ് യൂസ് ചെയ്യുന്നത്. ബട്ട് ഇതല്ലാതെ തന്നെ ഹിന്ദുക്കൾക്ക് ഹിന്ദുവിൻ്റെ ഒരു കാലണ്ടറുണ്ട്, ക്രിസ്ത്യൻസിന് ക്രിസ്ത്യൻ കാലണ്ടറുണ്ട്, ജൂയിഷ് പീപ്പിളിന് ജൂയിഷ് കാലണ്ടറുണ്ട്, മുസ്ലിംസിന് മുസ്ലിം കാലണ്ടർ, ആൻഡ് ചൈനീസിന് അതർ കസ്റ്റംസിന്, അതാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. സൈഡ് ബൈ സൈഡ് ഹിന്ദു, മുസ്ലിം, ജൂയിഷ്, ചൈനീസ് ആൻഡ് അതർ calendars are also used for calculating the dates of festivals and other auspicious events. Okay, so Gregorian calendar ആണ് വേൾഡ് വൈഡ് ആയിട്ട് യൂസ് ആണ്. ബട്ട് അതർ ദൻ ദാറ്റ് ഓൾസോ ചൈനീസ്, ജൂയിഷ്, ഹിന്ദു, മുസ്ലിം കാലണ്ടേഴ്സ് എല്ലാവരുടെയും കയ്യിൽ ഉണ്ട്. ഓക്കെ, മീൻസ് അവരവരുടെ കയ്യിലുണ്ട് അങ്ങനെ. ഓക്കെ, ബിക്കോസ് ഹിന്ദുസിന് ഇപ്പോൾ ഓണം എപ്പോഴാണെന്ന് അറിയണം, സോ അവർക്ക് വേണ്ടി ഒരു വേറെ കാലണ്ടർ ഉണ്ട്, വേർ ഓണം ഇസ് മാർക്ഡ്. ഓക്കെ, അങ്ങനെ തന്നെ എല്ലാവർക്കും ജൂയിഷ് പീപ്പിളിന് ജൂയിഷ് കാലണ്ടേഴ്സ് ഉണ്ട് അങ്ങനെ. സോ നൗ ലെറ്റ് us talk about CE and BCE. ഓക്കെ, CE and BCE എന്താണെന്ന് പറഞ്ഞാൽ പാസ്റ്റിൽ ജീസസ് ക്രൈസ്റ്റ് ജനിച്ച ആ ദിവസം ഒരു വലിയ ഡേ ആയിട്ടായിരുന്നു എല്ലാവരും കാണുന്നത്. ഓക്കെ, സോ അതിൻ്റെ മുമ്പ് അത് കഴിഞ്ഞിട്ട് വേറൊരു കാലവും തുടങ്ങിയ പോലായിരുന്നു എല്ലാവരും കാലണ്ടേഴ്സിൽ ട്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ജീസസ് ക്രൈസ്റ്റ് ജനിച്ചതിന് മുമ്പ് ബിഫോർ ക്രൈസ്റ്റ് BC ആയിട്ടായിരുന്നു അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ആൻഡ് ദെൻ ജീസസ് ക്രൈസ്റ്റ് ജനിച്ച് കഴിഞ്ഞിട്ട് അത് AD ആയിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യാറുള്ളത്. ഓക്കെ, സോ AD മീൻസ് ആനോ ഡൊമിനി. ഓക്കെ, ബട്ട് ഇപ്പം ഈ BC ആൻഡ് AD സിസ്റ്റം മാറി. ഇപ്പോൾ ഇത് മാറിയിട്ട് ഇതിപ്പോൾ എങ്ങനെയായി? CE ആൻഡ് BCE ആക്കി. ഓക്കെ, മീൻസ് കോമൺ എറ ആൻഡ് ബിഫോർ കോമൺ എറ. ഫോർ എക്സാമ്പിൾ, ഇന്ത്യക്ക് വേണ്ടി 1947 നമുക്ക് എന്തുവാ കിട്ടിയത്? ഫ്രീഡം കിട്ടിയത്, ഇൻഡിപെൻഡൻസ് കിട്ടിയത്. ഓക്കെ, അതിന് മുമ്പ് നമ്മൾ ബ്രിട്ടീഷ് റൂളിൻ്റെ അടിമയായിരുന്നു. ഓക്കെ, സോ നമുക്ക് മുമ്പ് എഴുതണമെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതിയേനെ? 1947 AD എന്ന് എഴുതിയേനെ. ഓക്കെ, ബട്ട് ഇപ്പോൾ AD ആൻഡ് BC സിസ്റ്റം മാറിയോണ്ട് നമ്മളിപ്പോൾ എങ്ങനെ എഴുതും? 1947 CE എന്ന് എഴുതും. ബിക്കോസ് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രീഡം കിട്ടിയാൽ അപ്പോൾ തൊട്ട് വേറൊരു കാലം തുടങ്ങി. ഓക്കെ, സോ 1947 മുമ്പ് നമ്മൾ എങ്ങനെയായിരുന്നു? 1947 BCE ബിഫോർ കോമൺ എറ, ആൻഡ് 1947 കഴിഞ്ഞപ്പം നമ്മുടെ കോമൺ എറ തുടങ്ങി. സോ CE. ഓക്കെ, സോ ജീസസ് ക്രൈസ്റ്റിൻ്റെ ബർത്ത് ആയി കഴിഞ്ഞപ്പോൾ അത് കോമൺ എറ എന്നായി. ഓക്കെ, ആൻഡ് ബിഫോർ ജീസസ് ക്രൈസ്റ്റ് ബർത്ത് അതെങ്ങനെയായിരുന്നു? ബിഫോർ കോമൺ എറ ആയിരുന്നു. ഓക്കെ, സോ അങ്ങനെ നോക്കിയാൽ ഗൗതം ബുദ്ധ എപ്പോഴാണ് ജനിച്ചത്? 560 BCEയിലാണ് ജനിച്ചത്. 560 ബിഫോർ കോമൺ എറ മീൻസ് ജീസസ് ക്രൈസ്റ്റിൻ്റെ ബർത്തിൻ്റെ 560 ഇയേഴ്സ് മുമ്പാണ് ഗൗതം ബുദ്ധ ജനിച്ചത്. ഓക്കെ,
Also before that, what is the meaning of Gregorian calendar? Gregorian calendar means നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന calendar, okay? അതിൽ 12 months ഉണ്ട്, and then എല്ലാ മന്തിലും 31 ഡേയ്സ് ഉണ്ട്, ഓക്കെ? ഒരു ഇയറിൽ 365 ഡേയ്സ് ഉണ്ട്, ആൻഡ് എവറി 4 ഇയറിൽ 1 ഇയർ ലീപ്പ് ഇയർ ആയിരിക്കും, ഓക്കെ? സോ അതാണ് ഗ്രിഗോറിയൻ കാലണ്ടർ വിച്ച് വി യൂസ് ഡെയിലി. ആൻഡ് നൗ ഇവിടെ ഒരു ടൈം ലൈൻ കൊടുത്തിട്ടുണ്ട്, ഓക്കെ? സോ വാട്ട് ഈസ് എ ടൈം ലൈൻ? ടൈം ലൈൻ മീൻസ് പാസ്റ്റ് തൊട്ട് പ്രസൻറ്റ് വരെ നടന്ന എല്ലാ സംഭവങ്ങളും ഒരു ലൈനായിട്ട് ഇങ്ങനെ പ്രസൻറ്റ് ചെയ്തില്ല, അതിനാണ് നമ്മൾ ടൈം ലൈൻ എന്ന് പറയുന്നത്. പാസ്റ്റ് നിന്ന് പ്രസൻറ്റ് വരെയും ആൻഡ് ദെൻ പ്രസൻറ്റ് ടു ഫ്യൂച്ചർ വരെയും അത് ഫുൾ ടൈം ലൈൻ ഉണ്ടായിരിക്കും അതിൽ. സോ അതിനാണ് ടൈം ലൈൻ എന്ന് പറയുന്നത്, ഓക്കെ? സോ ഇതിൽ കൊടുത്തേക്കുന്നത് 300,000 BCE മീൻസ് ഇപ്പോഴായിരുന്നു എന്താ നമ്മൾ ഹ്യൂമൻസ് ഇൻവെൻറ്റായി തുടങ്ങിയത്, ഓക്കെ? സോ 300,000 BCEയിൽ എന്ത് പറ്റി? നമ്മൾ ബോണായി, ആൻഡ് ദെൻ കുറച്ച് കാലം ഇങ്ങനെ കഴിഞ്ഞ് 40,000 BCE വന്നു. സോ 40,000 BCEയിൽ എന്താ ഫസ്റ്റ് എക്സാമ്പിൾ ഓഫ് റോക്ക് ആർട്ട് ഇൻ ദ വേൾഡ് മീൻസ് റോക്കിൽ കല്ലിൽ ആർട്ട് ഉണ്ടാക്കത്തില്ലേ, അത് 40,000 BCEയിലായിരുന്നു തുടങ്ങിയത്. ആൻഡ് ദെൻ 14,000 BCEയിൽ ഐസ് ഏജ് തുടങ്ങി, ഓക്കെ? ആൻഡ് ദെൻ 12,000 BCEയിൽ ഐസ് ഏജ് നിന്നു, മീൻസ് എൻഡായി. സോ യാ, ദാറ്റ്സ് ഇറ്റ്. സോ ഈ ടൈം ലൈൻ ഓഫ് സം മെയിൻ ഇവൻറ്റ്സ് ഇൻ 300 BCE. 300 BCE മീൻസ് ഹോമോസേപ്പിയൻസ് ഈ വേൾഡിൽ വന്നപ്പോൾ തൊട്ടുള്ള മെയിൻ ഇവൻറ്റ്സ് ഈ ടൈം ലൈനിൽ മെൻഷൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. നൗ ഓക്കെ, സോ ഇവിടെ അതിൻ്റെ കണ്ടിന്യൂവേഷൻ ഉണ്ട്. സോ 12,000 BCEയിൽ ഞാൻ പറഞ്ഞ പോലെ ഐസ് ഏജ് എൻഡായി, ഓക്കെ? ആൻഡ് ദെൻ 8,000 BCEയിൽ അഗ്രികൾച്ചർ ഫാമിംഗ് ഒക്കെ തുടങ്ങി, ഓക്കെ? ആൻഡ് ദെൻ 6,000 BCEയിൽ പോട്ടറി ഒക്കെ തുടങ്ങി, ഓക്കെ? ആൻഡ് ദെൻ 2000 BCEയിൽ ഇൻഡസ് സരസ്വതി സിവിലൈസേഷൻ, ആൻഡ് ദെൻ ബർത്ത് ഓഫ് ജീസസ്. ഇത് 2000 BCE കഴിഞ്ഞിട്ടാണ് ബർത്ത് ഓഫ് ജീസസ് തുടങ്ങി, ആൻഡ് ദെൻ ബർത്ത് ഓഫ് ബുദ്ധ. സോ ബർത്ത് ഓഫ് ജീസസ് കഴിഞ്ഞപ്പോൾ തൊട്ട് BCE കട്ടായി, ആൻഡ് ദെൻ കോമൺ എറ സ്റ്റാർട്ടായി, ഓക്കെ? മീൻസ് ജീസസ് ക്രൈസ്റ്റിൻ്റെ ബർത്തിന് മുമ്പ് BCE ആയിരുന്നല്ല, ബിഫോർ കോമൺ എറ. ബട്ട് ജീസസ് ക്രൈസ്റ്റിൻ്റെ ഇവൻറ്റ് ഇത്രയും ബിഗ് ആയിരുന്നു, അത് കഴിഞ്ഞപ്പോൾ തൊട്ട് കോമൺ എറ തുടങ്ങി. ആൻഡ് ഈ 2000 CE 2000 കോമൺ എറയിലാണിപ്പം വി ആർ ഹിയർ, ഓക്കെ? ഓക്കെ, സോ ഹിയർ ഫൺ ഫാക്ട് ഇസ് ഗിവൻ. ഇവിടെ ഒരു ഫൺ ഫാക്ട് കൊടുത്തിട്ടുണ്ട്. ദാറ്റ് ഗ്രിഗോറിയൻ കാലണ്ടർ നമ്മൾ ഫോളോ ചെയ്യുന്ന ഇപ്പോഴത്തെ കാലണ്ടറിൽ ഇയർ 0 ഇല്ല. ലൈക്ക് 1 ഇയർ ഉണ്ട്, 2 ഇയർ ഉണ്ട്, 3 ഇയർ ഉണ്ട്, ബട്ട് 0 ഇല്ല, ഇയർ 0 ഇല്ല, ഓക്കെ? സോ നിങ്ങൾക്ക് കോമൺ എറ ആൻഡ് ബിഫോർ കോമൺ എറയിൻ്റെ ഇടയ്ക്കുള്ള ഇയേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഹൗ വിൽ യു ഡു ഇറ്റ്? നിങ്ങൾ 2 ഇയേഴ്സും ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിനെ 1 കൊണ്ട് സബ്സ്ട്രാക്ട് ചെയ്യണം, ഓക്കെ? ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ഗൗതം ബുദ്ധ ജനിച്ച ആ ഇയറും ഇപ്പം നടക്കുന്ന ഇയറിൻ്റെ ഇടയ്ക്ക് മീൻസ് ഇപ്പം തൊട്ട് എത്ര ഇയേഴ്സ് മുമ്പാണ് ഗൗതം ബുദ്ധ ജനിച്ചത്, അത് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഹൗ വിൽ യു ഡു ഇറ്റ്? നിങ്ങൾ ആദ്യം 2 ഇയേഴ്സും എഴുതണം, ഓക്കെ? വിച്ച് മീൻസ് ദാറ്റ് ഗൗതം ബുദ്ധ 560 BCEയിലായിരുന്നു ജനിച്ചത്. സോ 560 നമ്മൾ എഴുതി. ആൻഡ് ഇപ്പോൾ ഏത് ഇയറാണ് നടക്കുന്നത്? 2025 ആണ് നടക്കുന്നത്. സോ 2025 എഴുതി. ആദ്യം ഇത് രണ്ടും നമുക്ക് പ്ലസ് ചെയ്യണം. സോ രണ്ടും പ്ലസ് ചെയ്യുമ്പം ഇത് 5 ആയി, ആൻഡ് ദെൻ 8, ആൻഡ് ദെൻ 5, ആൻഡ് ദെൻ 2, ഓക്കെ? സോ 2585. നൗ ഈ 2585നെ നിങ്ങൾക്ക് 1 കൊണ്ട് സബ്സ്ട്രാക്ട് ചെയ്യണം. സോ നിങ്ങൾക്ക് എന്ത് കിട്ടും? 2584, ഓക്കെ? സോ 2584 ഇയേഴ്സ് മുമ്പായിരുന്നു ഗൗതം ബുദ്ധ ജനിച്ചത്, ഓക്കെ? സോ ദിസ് ഇസ് ഹൗ യു ഡു ഇറ്റ്. നിങ്ങൾക്ക് ഏതെങ്കിലും BCE ആൻഡ് CEൻ്റെ ഇടയ്ക്ക് ഏതെങ്കിലും ഇയേഴ്സ് എത്ര ഇയേഴ്സ് ഉണ്ട് അത് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ 2 ഇയേഴ്സും ആഡ് ചെയ്യണം, ആൻഡ് ദെൻ അതിനെ 1 കൊണ്ട് സബ്സ്ട്രാക്ട് ചെയ്യണം, ഓക്കെ? Timeline is a convenient tool to mark such events as it shows a sequence of dates and events covering any particular period. It runs from the beginning of humanity to the present with a few important landmarks, okay? So timeline എന്താണ് important നമുക്ക് അതാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. And also timeline എന്താണ് important that you need to know, for example. Okay, timeline എന്താ important? It's because നമുക്ക് timeline നോക്കുമ്പോൾ മനസ്സിലാവും that past to present എന്തൊക്കെ important events നടന്നിട്ടുണ്ട്, okay? Like here ഈ timeline നോക്കിയപ്പോഴാണ് നമ്മൾ അറിഞ്ഞത് that birth of Jesus, ഗൗതം ബുദ്ധ ജനിച്ചു കഴിഞ്ഞിട്ടാണ് ജീസസ് ക്രൈസ്റ്റ് ജനിച്ചതെന്നൊക്കെ നമുക്ക് ഈ ടൈം ലൈൻ നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത്, ഓക്കെ? അങ്ങനെ തന്നെ ടൈം ലൈൻ ഒരു ഫ്ലോ ഓഫ് ഈവൻറ്റ്സ് ആണ്, സീക്വൻസ് ഓഫ് ഡേറ്റ്സ് ആണ്, ആൻഡ് ഈവൻറ്റ്സ് ആണ്. ഹിസ്റ്ററി ടു പ്രസൻറ്റിൽ നടന്ന ഈവൻറ്റ്സ് ആൻഡ് ഡേറ്റ്സ് അതിൽ മെൻഷൻഡ് ആണ്. സോ ഇറ്റ്സ് ഈസി ടു അണ്ടർസ്റ്റാൻഡ്. അതാണ് ടൈം ലൈൻ ഇത്രയും ഇമ്പോർട്ടൻറ്റ്, ഓക്കെ? സോ നൗ നമ്മൾ അറിയാൻ പോകുന്നത് സെഞ്ച്വറി ആൻഡ് മിലേനിയത്തിനെ കുറിച്ചാണ്, ഓക്കെ? സോ സെഞ്ച്വറി ആൻഡ് മിലേനിയം നമ്മുടെ പാസ്റ്റിലും പ്രസൻറ്റിലും വലിയ ടൈം പീരീഡിലെ ലോങ് ടൈം പീരീഡ് ലൈക്ക് 100 ഇയേഴ്സ് 1000 ഇയേഴ്സ് അത് കാണിക്കാൻ വേണ്ടി ആണ് സെഞ്ച്വറി ആൻഡ് മിലേനിയം യൂസ് ചെയ്തേക്കുന്നത്. സോ സെഞ്ച്വറി യൂസ് ചെയ്യുന്ന 100 ഇയേഴ്സ് കാണിക്കാനാണ്, മീൻസ് 100 ഇയേഴ്സിൻ്റെ സ്പാൻ കാണിക്കാനാണ് സെഞ്ച്വറി യൂസ് ചെയ്യുന്നത്, ഓക്കെ? ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് സെഞ്ച്വറി ഇയർ 1 തൊട്ട് 100 വരെ ആയിരുന്നു, ഓക്കെ? ഫസ്റ്റ് സെഞ്ച്വറി. ആൻഡ് ദെൻ സെക്കൻഡ് സെഞ്ച്വറി 101 to 200 വരെ ആയിരുന്നു സെക്കൻഡ് സെഞ്ച്വറി. ഇപ്പം നമ്മൾ 21st സെഞ്ച്വറിയിലാണ്, ഓക്കെ? 21st സെഞ്ച്വറി CEയിലാണ്, ഓക്കെ? സോ 21st സെഞ്ച്വറി എപ്പോൾ തൊട്ട് എപ്പം വരിക? 2001 to 2100, ഓക്കെ? സോ 100 ഇയേഴ്സിൻ്റെ ഗ്യാപ്പിൽ ഓരോ സെഞ്ച്വറി മാറും, ഓക്കെ? ആൻഡ് ദെൻ 2100 കഴിയത്തില്ല, അപ്പോൾ 21st സെഞ്ച്വറി മാറിയിട്ട് 22nd സെഞ്ച്വറി തുടങ്ങും, ഓക്കെ? സോ അത് 2101 to 2200 ഏതായിരിക്കും 22nd സെഞ്ച്വറി തുടങ്ങും, ഓക്കെ? അങ്ങനെ 100 ഇയേഴ്സിൻ്റെ ഗ്യാപ്പിൽ സെഞ്ച്വറി മാറിക്കൊണ്ടിരിക്കുക, ഓക്കെ? സോ CEയിൽ കാൽക്കുലേറ്റ് ചെയ്ത 1 to 100, then 101 to 200 സെക്കൻഡ് സെഞ്ച്വറി ആയി, then 201 to 300 തേർഡ് സെഞ്ച്വറി ആയി, ഓക്കെ?
ബട്ട് ബി സി ഇയിൽ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഈ നമ്പേഴ്സ് പുറകോട്ട്, നമ്മൾ ഇയേഴ്സ് പുറകോട്ടാണ് എണ്ണുന്നത്. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ബി സി എത്രയായിരിക്കും? ഫസ്റ്റ് ബി സി ഇ ആയിരിക്കും ലൈക്ക് വെയിറ്റ്, സോ ഫസ്റ്റ് സെഞ്ചുറി ബി സി ഇ ആയിരിക്കും 100 ബി സി ഇ ടു 1 ബി സി ഇ. ഓക്കെ, കണ്ടോ, പുറകോട്ടാണ് നമ്മൾ ഇയേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അങ്ങനെ തന്നെ സെക്കൻഡ് ബി സി ഇ എങ്ങനെയായിരിക്കും? സെക്കൻഡ് ബി സി ഇ 200 ബി സി ഇ ടു 101 ബി സി ഇ. ഓക്കെ, അങ്ങനെ തന്നെ തേർഡ് സെഞ്ചുറി ബി സി ഇ എങ്ങനെയായിരിക്കും? 300 ബി സി ഇ ടു 201 ബി സി ഇ. ഓക്കെ, സോ ഇത് കണ്ടോ, ഇതിൽ നമ്പേഴ്സ് നമ്മൾ ഇയേഴ്സ് പുറകോട്ടാണ് എണ്ണുന്നത്. ഓക്കെ, സോ അതാണ് ബി സി ഇ ആൻഡ് സി ഇൻ്റെ ഇടയ്ക്കുള്ള ഡിഫറൻസ്. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ ഫോർ ഓൾ ഓഫ് യു. സോ നെക്സ്റ്റ് ഈസ് മിലേനിയം. ഓക്കെ, മിലേനിയം. സോ സെഞ്ചുറി 100 ഇയേഴ്സിൻ്റെ പീരീഡ് ആയിരുന്നു. നൗ മിലേനിയം 1000 ഇയേഴ്സിൻ്റെ പീരീഡാണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് മിലേനിയം സി ഇ എത്രയായിരിക്കും? ഫ്രം 1 സി ഇ ടു 1000 സി ഇ. ഓക്കെ, ഇതാണ് ഫസ്റ്റ് മിലേനിയം സി ഇ. ഓക്കെ, അങ്ങനെ തന്നെ സെക്കൻഡ് മിലേനിയം സി ഇ എത്രയായിരിക്കും? 1000. ഓക്കെ, ദിസ് ഇസ് 1000. ഓക്കെ, 1001 സി ഇ ടു 2000 സി ഇ. ഇതിൽ 1000 വർഷത്തിൻ്റെ പീരീഡാണിത്. ഓക്കെ, സോ അങ്ങനെയാണ് മിലേനിയം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ആൻഡ് ഇപ്പം നമ്മൾ ജീവിക്കുന്നതാണ് തേർഡ് മിലേനിയം സി ഇ. തേർഡ് മിലേനിയം സി ഇ 2001 തുടങ്ങി. 2001 സി ഇയിൽ തുടങ്ങിയിട്ട് എപ്പോൾ വരെ ആയിരിക്കും? 3000 സി ഇ. 3000 സി ഇ വരെ നമ്മുടെ തേർഡ് മിലേനിയം സി ഇ ആണ് നടക്കുന്നത്. ആൻഡ് നമ്മളിപ്പം ഈ മിലേനിയം സി ഇയിലാണ് ഇപ്പോൾ ജീവിക്കുന്നത്. ഓക്കെ, ഗോട്ട് ഇറ്റ്? സോ സെഞ്ചുറി മീൻസ് 100 ഇയേഴ്സിൻ്റെ ഒരു പീരീഡ് ആൻഡ് മിലേനിയം മീൻസ് 1000 ഇയേഴ്സിൻ്റെ പീരീഡ്. ഓക്കെ, ഇപ്പോൾ തേർഡ് മിലേനിയം ആണ് നടക്കുന്നത്. സോ മിലേനിയമിലും നമ്മൾ സി ഇ ആയിരുന്നു ഇപ്പോൾ കാൽക്കുലേറ്റ് ചെയ്തത്. അങ്ങനെയാണ് ബി സി ഇ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ അത് പുറകോട്ട് പോകും. ലൈക്ക് ഫസ്റ്റ് മിലേനിയം ബി സി ഇ, ഫസ്റ്റ് മിലേനിയം ബി സി ഇ എങ്ങനെയായിരിക്കും? 1000 ബി സി ഇ ടു 1 ബി സി ഇ. ഓക്കെ, പുറകോട്ടല്ലേ പോയത്? 1000 തൊട്ട് തുടങ്ങി. ബട്ട് സി ഇയിൽ നമ്മൾ 1 തൊട്ട് തുടങ്ങിയിട്ട് 1000 വരെ പോവാം. അങ്ങനെയാണ് സെക്കൻഡ് ആൻഡ് തേർഡ് ബി സി ഇ അങ്ങനെ തന്നെ കാൽക്കുലേറ്റ് ചെയ്യാം നമുക്ക്. ഓക്കെ, സോ that's it. I hope it is clear as of now. Now, how calendars have been traditionally made in India means past India calendars എങ്ങനെയായിരുന്നു ഉണ്ടാക്കുന്നതെന്ന്. Okay, many Indian calendars rely on the positions of the sun and the moon to define the months of the year. Okay, Indian calendars mainly ആ സമയത്തൊക്കെ സണ്ണിൻ്റെയും മൂണിൻ്റെയും പൊസിഷൻസ് നോക്കിയിട്ട്, സണ്ണും മൂണും ഏത് സ്ഥലത്താണ് നോക്കിയിട്ടായിരുന്നു സമയവും ആൻഡ് ദെൻ ഡേറ്റ്സും മന്ത്സും ഒക്കെ ഡിസൈഡ് ചെയ്യുന്നത്. ഓക്കെ, പഞ്ചംഗ ഈസ് എ ബുക്ക് ഓഫ് ടേബിൾസ് വിച്ച് ലിസ്റ്റ് ദ ഡേയ്സ് ഓഫ് ഈച്ച് മന്ത് അലോങ് വിത്ത് റിലേറ്റഡ് ആസ്ട്രോണോമിക്കൽ ഡാറ്റ. ഫോർ ഇൻസ്റ്റൻസ്, ഇറ്റ് പ്രിസൈസ്ലി predicts events like solar and lunar eclipse, times for sunrise and sunset, etc. Okay, Panchanga still widely used in India, often give weather predictions for the year, dates and timings of festival and more. Okay, so India mainly Panchangs ആയിരുന്നു യൂസ് ആകുന്നത്. ഓക്കെ, സോ പഞ്ചങ്സ് നോക്കിയിട്ടായിരുന്നു ഫെസ്റ്റിവൽസോ ലൂണർ എക്ലിപ്സോ അല്ലെങ്കിൽ സോളർ എക്ലിപ്സോ എന്തൊക്കെ ടൈംസ് ഓഫ് സൺറൈസ് അതൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ അതൊക്കെ പ്രിഡിക്റ്റ് ചെയ്യുന്നത് അത് നോക്കിയിട്ടായിരുന്നു. ഇപ്പോഴും ഇന്ത്യയിൽ ഫെസ്റ്റിവൽസിൻ്റെ ഡേറ്റ്സ് ഒക്കെ അത് നോക്കിയിട്ട് തന്നെയാണ് ഡിസൈഡ് ചെയ്യുന്നത്. ഓക്കെ, now our new topic is what are the sources of history. Okay, source of history എന്തുവാ? Okay, so source of history means a place, a person, text or an object from which we gather information about some past event or period. So source of history means ഏതെങ്കിലും ഒരു സോഴ്സ്, അതിപ്പോൾ എന്തെങ്കിലും ഒരു സാധനമാകാം, ലൈക്ക് എ കോയിൻ, ഒരു സ്ഥലമാകാം, ഒരു പേഴ്സൺ ആകാം, എന്തുമാകാം അത്. ഓക്കെ, സോ ഏതെങ്കിലും ഒരു സോഴ്സ് by which we can know about our past. Okay, നമ്മുടെ പാസ്റ്റിനെ കുറിച്ച് അറിയാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു സോഴ്സ്, അതിനാണ് സോഴ്സ് ഓഫ് ഹിസ്റ്ററി എന്ന് പറയുന്നത്. ഓക്കെ, now have you ever seen old coins, books, clothes, jewelry or utensils in and around your house? So നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഇരിക്കുക. ഓക്കെ, സോ നിങ്ങളുടെ വീട്ടിൽ എവിടെയെങ്കിലും നിങ്ങൾ ഒത്തിരി പഴക്കമുള്ള കോയിൻസോ ഒത്തിരി പഴക്കമുള്ള ഏതെങ്കിലും ഒരു മുറിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒത്തിരി പഴക്കമുള്ള ഒരു ചെയറോ ടേബിളോ കോയിനോ എന്തോ ആകാം. ഓക്കെ, ഒരു നെക്ലേസോ എന്തോ ആകാം. ഓക്കെ, അതിനൊക്കെ ഒരു സ്റ്റോറി ഉണ്ട്, റൈറ്റ്? നിങ്ങളുടെ ഫാമിലിയിൽ, നിങ്ങളുടെ വീട്ടിൽ അതിപ്പോഴും ഉള്ളതിൻ്റെ ഒരു റീസൺ ഉണ്ട്, റൈറ്റ്? അങ്ങനെ തന്നെ ഹിസ്റ്ററിയിൽ നമുക്ക് എന്ത് കണ്ടാലും അതിനൊക്കെ ഒരു റീസൺ ഉണ്ട്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഒരു ജിക്സോ പസിൽ. ഓക്കെ, നിങ്ങളുടെ കയ്യിലൊരു പസിലുണ്ട്, അതിപ്പോൾ ഇങ്ങനെ അങ്ങ് ഇവിടെ അവിടെ ആയിട്ട് കിടക്കുമായിരിക്കും. പക്ഷേ അത് നിങ്ങൾ അറേഞ്ച് ചെയ്ത് വെക്കുമ്പം നിങ്ങൾക്കൊരു ഫുൾ ഒരു സ്റ്റോറി കിട്ടും അതിൽ, റൈറ്റ്? അങ്ങനെ തന്നെ ഹിസ്റ്ററിയുടെയും വേറെ 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 പീസസ് ആയി കിടക്കുക. ബട്ട് അത് നമ്മൾ കൂട്ടി യോജിച്ച് വെക്കുമ്പം അതിൽ നിന്നൊരു നല്ല സ്റ്റോറി നമുക്ക് കിട്ടും അബൌട്ട് ആർ പാസ്റ്റ്. ഓക്കെ, ഓക്കെ, സോ ഈ പിക്ചറിൽ നമുക്ക് ഹിസ്റ്ററിൻ്റെ സോഴ്സസിനെ കുറിച്ചാണ് കൊടുത്തേക്കുന്നത്. ഓക്കെ, സോ നമ്മുടെ ഹിസ്റ്ററി അറിയാൻ നമുക്ക് എന്തൊക്കെ സോഴ്സസ് ഉണ്ടെന്ന് നോക്കാം. ഓക്കെ, സോ സോഴ്സസ് ഓഫ് ഹിസ്റ്ററി. ഫസ്റ്റ് ഇസ് ഓറൽ സോഴ്സ്. ഓറൽ സോഴ്സ് മീൻസ് ആരെങ്കിലും നമ്മളോട് പറഞ്ഞ് നമുക്ക് ഹിസ്റ്ററിനെ കുറിച്ച് നോളേജ് കിട്ടി. സോ ദാറ്റ് വിൽ ബി ഓറൽ സോഴ്സ്. അത് നമുക്ക് ഓറലി നമ്മൾ പറഞ്ഞ് കേട്ട് നമുക്ക് അതിനെക്കുറിച്ച് നോളേജ് കിട്ടി. സോ അതിൽ 2 കാറ്റഗറി ഉണ്ട്. ഫസ്റ്റ് ഇസ് ജീനോളജിക്കൽ. ജീനോളജിക്കൽ മീൻസ് നിങ്ങളുടെ ഫാമിലി ട്രീ. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിനെ കുറിച്ച് എങ്ങനെ അറിയാവുന്നത്?
ദാറ്റ് നിങ്ങളുടെ ഗ്രാൻഡ് പാരൻസ് ആരായിരുന്നു, നിങ്ങൾ എവിടെയായിരുന്നു, അതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീനോളജിക്കൽ സോഴ്സസും കൊണ്ടാണ് അറിഞ്ഞത് നിങ്ങൾ. ഓക്കെ, മീൻസ് നിങ്ങളുടെ പാരൻസ് നിങ്ങളോട് പറഞ്ഞു, അങ്ങനെയൊക്കെയാണ് നിങ്ങൾ അറിഞ്ഞത്. സോ ദാറ്റ് ഇസ് ജീനോളജിക്കൽ സോഴ്സ്. സെക്കൻഡ് ഇസ് ഫോക്ക് ലോർ. ഓക്കെ, ഫോക്ക് ലോർ മീൻസ് നമ്മൾ കേട്ട കഥകളും നമ്മൾ വായിച്ച കഥകളും അതൊക്കെ കൊണ്ട് നമ്മൾ അറിഞ്ഞ നമ്മുടെ പാസ്റ്റിനെയാണ് ഫോക്ക് ലോർ എന്ന് പറയുന്നത്. അതിൽ നിങ്ങളുടെ വേദാസുണ്ട്, ഇതിഹാസമുണ്ട്, നിങ്ങളുടെ ഹിസ്റ്ററി എന്തുമായിരുന്നു, അതൊക്കെ നിങ്ങൾ ഫോക്ക് ലോറിൽ കൂടെയാണ് അറിഞ്ഞത്. ഓക്കെ, ആൻഡ് ദെൻ കംസ് ലിറ്ററലി സോഴ്സസ്. സോ നമ്മുടെ ഹിസ്റ്ററി അറിയാൻ വേണ്ടി നമുക്ക് ലിറ്ററലി സോഴ്സ് ഉണ്ട്. ലിറ്ററലി സോഴ്സ് മീൻസ് ആരെങ്കിലും എഴുതിയിട്ട് പോയി, അതെന്നിട്ട് നമ്മുടെ പാസ്റ്റിലെ ആരെങ്കിലും എഴുതിയിട്ട് പോയി അന്ന് നമ്മളത് വായിക്കുക. സോ അതാണ് ലിറ്ററലി സോഴ്സസ്. എഴുതിയിട്ട് പോയി ആൻഡ് നമ്മളത് വായിക്കുക. സോ ദാറ്റ് വിൽ ബി ലിറ്ററലി സോഴ്സസ്. ഓക്കെ, ലിറ്ററലി സോഴ്സസിൽ ഇന്ത്യൻ ലിറ്ററേച്ചറിൽ നിങ്ങൾക്ക് വേദാസ് ആൻഡ് വേദാസും ഇതിഹാസം, നമ്മുടെ മഹാഭാരത്, രാമായൺ, അതൊക്കെ നമ്മൾ എങ്ങനെ അറിഞ്ഞത്, ആരോ എഴുതിയിട്ട് പോയി ആൻഡ് നമ്മളത് വായിച്ചു ആൻഡ് ദെൻ വി ഗോട്ട് ടു നോ. സോ ദാറ്റ് ഇസ് വേദാസ് ആൻഡ് ഇതിഹാസ്. പോയം ആൻഡ് പ്ലേസ്, ഹിസ്റ്റോറിക്കൽ ടെക്സ്റ്റ്, ഓക്കെ, കളക്ഷൻ ഓഫ് സ്റ്റോറീസ്, പല സ്റ്റോറീസ് ഉണ്ട്, അതൊക്കെ എഴുതി നമ്മൾ വായിച്ചു ആൻഡ് അങ്ങനെ നമുക്ക് പാസ്റ്റിനെ കുറിച്ച് മനസ്സിലായി. ഓക്കെ, സോ അതാണ് ഇന്ത്യൻ ലിറ്ററേച്ചർ. ആൻഡ് ദെൻ ഫോറിൻ അക്കൗണ്ട്സ് മീൻസ് ഫോറിൻ കൺട്രീസിൽ നിന്ന് ഫോറിൻ കൺട്രീസിൽ നിന്ന് ആരെങ്കിലുമൊക്കെ വന്നു നമ്മുടെ ഇന്ത്യയിലോട്ട് ആൻഡ് ദെൻ അവരുടെ എക്സ്പീരിയൻസ് എഴുതി ആൻഡ് ദെൻ നമ്മളത് വായിച്ചു. സോ ദാറ്റ് ഇസ് ട്രാവലോഗ്സ്. ആരെങ്കിലും ട്രാവൽ ചെയ്തു ആൻഡ് ദെൻ അവർ പറഞ്ഞു അവരുടെ എക്സ്പീരിയൻസിനെ കുറിച്ച്. സോ അങ്ങനെ നമുക്ക് പാസ്റ്റിനെ കുറിച്ച് മനസ്സിലായി. ദാറ്റ് ഇസ് ട്രാവലോഗ്സ്. അതിൽ തന്നെ ഹിസ്റ്റോറിക്കൽ ക്രോണിക്കിൾസും ഫോറിൻ അക്കൗണ്ട്സിൽ തന്നെ വരുന്നതാണ്. നെക്സ്റ്റ് ഇസ് ആർട്ടിസ്റ്റിക് സോഴ്സസ് മീൻസ് ആരെങ്കിലും വരച്ച് മീൻസ് നമ്മുടെ പാസ്റ്റിൽ ആരെങ്കിലും വരച്ച പെയിൻറ്റിങ്ങോ ആരെങ്കിലും എന്തെങ്കിലും കൈ കൊണ്ട് മോഡൽസ് ഉണ്ടാക്കിയതോ അതൊക്കെ ഉണ്ടെങ്കിൽ അതാണ് നമ്മുടെ ആർട്ടിസ്റ്റിക് സോഴ്സസിൽ പെയിൻറ്റിങ്സ്, സ്കൾപ്ചേഴ്സ് ആൻഡ് പാനൽസ് ഉണ്ട്. സോ ആർക്കിയോളജിക്കൽ സോഴ്സസ് മീൻസ് ആർക്കിയോളജിസ്റ്റിൻ്റെ വർക്ക് എന്തുവാണ്, അവർ ഓൾഡ് സാധനങ്ങൾ തപ്പിപ്പോകും. ഓക്കെ, ഫ്രം ദ പാസ്റ്റ് ആൻഡ് ദെൻ അതിൽ നിന്ന് അവർ പാസ്റ്റ് അറിയും ആൻഡ് ദെൻ നമ്മളോട് പറയും. അതാണ് ആർക്കിയോളജിസ്റ്റിൻ്റെ വർക്ക്. അങ്ങനെ തന്നെ ആർക്കിയോളജിക്കൽ സോഴ്സസ് എന്തുവാ, അവർ ഇൻസ്ക്രിപ്ഷൻ തപ്പും, അവർ പാസ്റ്റിലെ സ്ട്രക്ചേഴ്സ് തപ്പും, മീൻസ് മോണ്യുമെൻറ്റ്സോ മൗണ്ട്സോ എന്തെങ്കിലും, ആൻഡ് ദെൻ എക്സ്കവേഷൻസ് തപ്പും, മീൻസ് ഹ്യൂമൻസിൻ്റെയോ ആനിമൽസിൻ്റെയോ പ്ലാന്റ്സിൻ്റെയോ എന്തെങ്കിലും ബോൺസോ ഏതെങ്കിലും ഒരു പാർട്ടുണ്ടോ എന്ന് അവർ തപ്പും ആൻഡ് ദെൻ അതിൽ നിന്ന് അവർ പാസ്റ്റ് മനസ്സിലാക്കും. ഓക്കെ, സോ ആർക്കിയോളജിക്കൽ സോഴ്സസിലെ ഇൻസ്ക്രിപ്ഷൻ മീൻസ് എഴുതിയിട്ടുള്ള സോഴ്സസിനെയാണ് നമ്മൾ ഇൻസ്ക്രിപ്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, പാസ്റ്റിൽ എഴുതിയ സോഴ്സസ് വിച്ച് ആർ ഹിയർ വിത്ത് അസ് മീൻസ് അത് നമ്മുടെ അടുത്തുണ്ട്, അതിനാണ് നമ്മൾ ഇൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ മാനുസ്ക്രിപ്റ്റ്സ്, കോപ്പർ പ്ലേറ്റ്സ്, കോയിൻസ് വരും. ആൻഡ് ദെൻ സ്ട്രക്ചേഴ്സ് മീൻസ് ഏതെങ്കിലും ഒരു സ്ട്രക്ചർ ഉണ്ട് നമ്മുടെ കയ്യിൽ പാസ്റ്റിൻ്റെ. സോ ദാറ്റ് വിൽ ബി ആർക്കിയോളജിക്കൽ സോഴ്സ്. ആൻഡ് മോണ്യുമെൻറ്റ്സ്, മൗണ്ട്സ് എന്തും ആകാതെ. ഓക്കെ, ആൻഡ് ദെൻ എക്സ്കവേഷൻസ് മീൻസ് എന്തെങ്കിലും ഒരു സാധനത്തിൻ്റെ റിമെയിൻ ഉണ്ട്. ഓക്കെ, സോ അതിന് എക്സ്കവേഷൻ എന്ന് പറയും. റിമെയിൻസ് മീൻസ് എന്തെങ്കിലും ഒരു സാധനം മരിച്ചുപോയി ആൻഡ് ദെൻ മരിച്ചു കഴിഞ്ഞിട്ട് അതിൻ്റെ ബോണോ അതിൻ്റെ ഏതെങ്കിലും ഒരു പാർട്ട് ഉണ്ടെങ്കിൽ അതിന് എക്സ്കവേഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ, സോ അതിൽ ഹ്യൂമൻ, ആനിമൽ ആൻഡ് പ്ലാന്റ് റിമെയിൻസ്, ടൂൾസ് ആൻഡ് വെപ്പൻസ്, ഫിഗറിൻസ് ആൻഡ് ഓർണമെൻറ്റ്സ്, പോട്ടറി ആൻഡ് ടോയ്സ്, ഹാബിറ്റേഷൻസ് ആൻഡ് ബറിയൽസ്. ഓക്കെ, സോ ഇതൊക്കെയാണ് നമ്മുടെ ഹിസ്റ്റോറിക്കൽ സോഴ്സസ് ഓഫ് ഹിസ്റ്ററി. ഓക്കെ, സോ നിങ്ങൾ ഇതിൽ ഓറൽ സോഴ്സിൻ്റെ 2 എക്സാമ്പിൾ, ഇന്ത്യൻ ലിറ്ററേച്ചർ മീൻസ് ലിറ്ററലി സോഴ്സിൽ നിന്ന് 2-3 എക്സാമ്പിൾസ്, ആൻഡ് ദെൻ ആർട്ടിസ്റ്റിക് സോഴ്സസിൻ്റെ 2-3 എക്സാമ്പിൾസ്, ഇങ്ങനെ എല്ലാത്തിൻ്റെയും 2-3 എക്സാമ്പിൾസ് ഓർത്ത് വെക്കണം. ഓക്കെ, നൗ when historians study, say, a king or queen of 1,500 years ago, an ancient monument, a war, or some items of trade, they take a great care to gather information from as many sources as they can find and consult. Okay, so ഇപ്പം ഹിസ്റ്റോറിയൻസിന് ഏതെങ്കിലും ഒരു കിങ് ഓർ ക്വീൻ അല്ലെങ്കിൽ ഒരു വാർ അല്ലെങ്കിൽ ഒരു ഏൻഷ്യൻ മോണ്യുമെൻറ്റ് അതിനെക്കുറിച്ച് അറിയണമെന്ന് ഓർത്തോ. സോ അവർക്ക് ഒരു സോഴ്സ് അവർ കണ്ടുപിടിക്കും. ഓക്കെ, ആ കിങ്ങിൻ്റെയോ ആ ക്വീനെയോ കുറിച്ച് അവർ ഒരു സോഴ്സ് കണ്ടുപിടിച്ച് അതിൽ നിന്ന് ഫുൾ അവർ പാസ്റ്റ് അറിയത്തില്ല. അവർ ഒത്തിരി സോഴ്സസ് അങ്ങനെ ഗ്യാദർ ചെയ്യും. ഓക്കെ, ഒത്തിരി സോഴ്സസ് കണ്ടുപിടിച്ച് അവരുടെ അടുത്ത് വെച്ച് എന്നിട്ട് അത് അവർ പഠിച്ചു കഴിഞ്ഞിട്ടേ അവർ അതിൽ നിന്നൊരു റിസൾട്ട് പുറത്തിറക്കത്തുള്ളൂ. ഓക്കെ, സോ സംടൈംസ് എന്ത് പറ്റും, ദാറ്റ് ഒത്തിരി സോഴ്സസ് അവർ കളക്ട് ചെയ്യുമ്പം എല്ലാം ഒരു പസിൽ നിങ്ങൾ അറ്റാച്ച് ചെയ്യത്തില്ല. അങ്ങനെ ചില സമയത്ത് അതങ്ങ് കറക്റ്റ് ആവും. ബട്ട് ദെൻ സംടൈംസ് എന്ത് പറ്റും, ഒന്നും കറക്റ്റ് ആകത്തില്ല. ഓക്കെ, സോ ഈ ഹിസ്റ്റോറിയൻസിൻ്റെ ഹെൽപ്പ് ആരാ ചെയ്യുന്നതെന്ന് നോക്കാവേ. ഹിസ്റ്റോറിയൻസിന് തന്നെ എല്ലാം കണ്ടുപിടിക്കാൻ പറ്റത്തില്ലല്ലോ. സോ ലൈക്ക് ഒരു ഹോസ്പിറ്റലിൽ ഡോക്ടേഴ്സ് ഉണ്ട്, നഴ്സസ് ഉണ്ട്, ഫിസിയോതെറാപ്പിസ്റ്റ് ഉണ്ട്, അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. അങ്ങനെ തന്നെ ഹിസ്റ്റോറിയൻസിന് തന്നെ എല്ലാം കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. സോ അവരെ ഹെൽപ്പ് ചെയ്യുന്നതും കുറേ ആൾക്കാരുണ്ട്. ഓക്കെ, സോ അവർ ആരൊക്കെയാണ്? ഫസ്റ്റ് ഇസ് ആർക്കിയോളജിസ്റ്റ് നമ്മൾ വായിച്ചായിരുന്നു മുമ്പും, ദാറ്റ് അവർ ഭൂമിൻ്റെ അടിയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിച്ച് അത് വെച്ച് പാസ്റ്റ് അറിയും. ഓക്കെ, ആൻഡ് ദെൻ കംസ് എപ്പിഗ്രാഫിസ്റ്റ് ആരാ? ഹു സ്റ്റഡി ഏൻഷ്യൻറ്റ് ഇൻസ്ക്രിപ്ഷൻസ്. ഓക്കെ, ഏൻഷ്യൻറ്റ് ഇൻസ്ക്രിപ്ഷൻസ് മീൻസ് ഏൻഷ്യൻ ടൈംസിൽ ആരെങ്കിലും എഴുതി വെച്ച ഏതെങ്കിലും ഒരു സംഭവം. ഓക്കെ, അത് വായിച്ച് അത് എല്ലാവർക്കും വായിക്കാൻ പറ്റത്തില്ല. ഓക്കെ, അതിന് സ്പെഷ്യൽ ആൾക്കാർ വേണം, അവരാണ് എപ്പിഗ്രാഫിസ്റ്റ്. ഓക്കെ, സോ അവർ ഏൻഷ്യൻറ്റ് ഇൻസ്ക്രിപ്ഷൻസ് സ്റ്റഡി ചെയ്യും. ആന്ത്രപ്പോളജിസ്റ്റ് ഹു സ്റ്റഡി ഹ്യൂമൻ സൊസൈറ്റീസ് ആൻഡ് ദെയർ കൾച്ചേഴ്സ്. ഓക്കെ, മേളിൽ നമ്മൾ വായിച്ചായിരുന്നു ദാറ്റ് അവർ ഹ്യൂമൻ സൊസൈറ്റി ആൻഡ് അതിൽ നടക്കുന്ന കൾച്ചേഴ്സിനെ കുറിച്ച് പഠിക്കും. ആൻഡ് ദെൻ കംസ് എക്സ്പേർട്സ് ഇൻ ലിറ്ററേച്ചർ ആൻഡ് ലാംഗ്വേജസ് ആൻഡ് സം മോർ. ഓക്കെ, ലിറ്ററേച്ചറും ലാംഗ്വേജിലും എക്സ്പേർട്ട് ആയിട്ടുള്ളവരും ഇതിൽ ഹിസ്റ്റോറിയൻസിൻ്റെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഓക്കെ, അങ്ങനെ ഇനിയും കുറേ ആൾക്കാരുണ്ട് ഹു ഹെൽപ്പ് ഹിസ്റ്റോറിയൻസ്. ഓക്കെ, in addition, in the last 50 years or so, scientific studies have been contributing more and more to the reconstruction of the past. Okay, so ഇപ്പോൾ 50 years, okay, ഇപ്പോൾ 50 years ആയി. 50 years തൊട്ട് സയൻറ്റിസ്റ്റ് മീൻസ് സയൻറ്റിഫിക് റിസർച്ചും ഹിസ്റ്ററി അറിയാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, for example, studies of ancient climates, chemical studies of excavated materials, and studies of the genetics of ancient people have provided fresh insights which supplement the more usual sources. Okay, so
ഫോർ എക്സാമ്പിൾ സയൻസ് എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്ന ഹിസ്റ്റോറിയൻസിനെ മീൻസ് ഏൻഷ്യൻ ടൈംസിലെ ക്ലൈമറ്റ് എങ്ങനെയായിരുന്നു അതറിയാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കെമിക്കൽ സ്റ്റഡീസ്, ഓക്കെ, കെമിക്കൽ സ്റ്റഡീസ് മീൻസ് പാസ്റ്റിലെ ഏരിയയിൽ ഒരു മെറ്റീരിയൽ കിട്ടി, ഓക്കെ, അതിൽ കെമിക്കൽ റിസർച്ച് ചെയ്ത് അതിൻ്റെ സ്റ്റഡി ചെയ്തിട്ട് നമുക്ക് പാസ്റ്റിനെ കുറിച്ച് അറിയാൻ വേണ്ടി സയൻറ്റിസ്റ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആൻഡ് സ്റ്റഡീസ് ഓഫ് ദ ജെനറ്റിക്സ് മീൻസ് ജീൻസിലെ നമ്മുടെ അകത്തുള്ള ജീൻസ് അതിനെയും സ്റ്റഡി ചെയ്തിട്ട് ഏൻഷ്യൻ പീപ്പിളിൻ്റെ അകത്തുള്ള ജീൻസിനെയും സ്റ്റഡി ചെയ്തിട്ട് അവരുടെ പാസ്റ്റിനെ കുറിച്ച് അറിയാൻ വേണ്ടി സയൻസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ. And when historians study recent history, which usually means the last 2 or 3 centuries, another source is newspaper. For the last few decades, electronic media, television. Okay, so ഇപ്പോൾ recently historians history study ചെയ്യുന്നില്ല, ലൈക്ക് ഒരു 2 or 3 centuries. 2 or 3 centuries means 200-300 years. Okay, so അത്രയും ഇയേഴ്സിൻ്റെ ഹിസ്റ്ററി അവർ സ്റ്റഡി ചെയ്യുവാണെങ്കിൽ അവർക്ക് ന്യൂസ് പേപ്പറിൻ്റെ ഹെൽപ്പും എടുക്കാം, ആൻഡ് ഇപ്പോൾ ടെലിവിഷൻ ആൻഡ് ദി ഇൻ്റർനെറ്റിൻ്റെ ഹെൽപ്പും എടുക്കാം. ഓക്കെ, ഓക്കെ, സോ ഇതിൽ നിന്ന് ഓക്കെ, യാ, സോ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായി ദാറ്റ് ഹിസ്റ്ററി പഠിക്കണമെങ്കിൽ നമുക്ക് കുറേ സോഴ്സസിൻ്റെ ആവശ്യമുണ്ട്. ഒരു സോഴ്സും കൊണ്ട് ഒന്നും നടക്കാൻ പോകുന്നില്ല. ഓക്കെ, നമുക്ക് കുറേ സോഴ്സസിൻ്റെ ആവശ്യമുണ്ട്, കുറേ ആൾക്കാരുടെ ആവശ്യമുണ്ട്. സോ അങ്ങനെയാണ് ഹിസ്റ്ററി നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, സോ നൗ ലെറ്റ്സ് മൂവ് ഇൻ ടു ദി ന്യൂ ടോപ്പിക്. ഓൾസോ ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് യു കെൻ ജസ്റ്റ് കമൻറ്റ് ഡൗൺ ബിലോ. ഓക്കെ, ഐ വിൽ ഷോർലി റിപ്ലൈ. നൗ ദി ബിഗിനിങ്സ് ഓഫ് ഹ്യൂമൻ ഹിസ്റ്ററി. ഹ്യൂമൻ ഹിസ്റ്ററിയുടെ ബിഗിനിങ്, ഓക്കെ, മീൻസ് ഹ്യൂമൻസിൻ്റെ പാസ്റ്റ്, ഏറ്റവും ബിഗിനിങ് എങ്ങനെയായിരുന്നു നമുക്ക് നോക്കാം. So, modern humans means Homo sapiens, okay, നമ്മളല്ല modern humans. Modern humans means 3 lakh years ago. 3 lakh years ago നമ്മളെ പോലത്തെ മനുഷ്യർ ഇൻവെൻറ്റ് ആയിരുന്നു, ഓക്കെ, ആൻഡ് ഈ ലോകത്ത് നടക്കാൻ തുടങ്ങിയായിരുന്നു. സോ മോഡേൺ ഹ്യൂമൻസ് മീൻസ് ഹോമോ സേപ്പിയൻസ് 3 lakh years ago ഈ പ്ലാനറ്റിൽ വന്നായിരുന്നു. ഓക്കെ, വന്നായിരുന്നു മീൻസ് ഉണ്ടായിരുന്നു. സോ നമ്മുടെ ഹിസ്റ്ററിയിൽ നോക്കിയാൽ നമ്മുടെ ഹിസ്റ്ററി പാസ്റ്റ് എങ്ങനെയായിരുന്നു എന്നറിയാമോ? ഹ്യൂമൻസിന് ആ സമയത്ത് ഇൻ്റർനെറ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും കൈൻഡ് ഓഫ് ഇപ്പോഴത്തെ മോഡേൺ ജനറേഷനെ പോലെ ഒന്നുമില്ലായിരുന്നു. സോ അവർ ഗ്രൂപ്പായിട്ടായിരുന്നു ഏതെങ്കിലും കേവിലോ ഏതെങ്കിലും ഗുഫയ്ക്കകത്തോ എന്തെങ്കിലും ഇങ്ങനത്തെ ഒരു സംഭവത്തിൻ്റെ അകത്ത് അവർ ഗ്രൂപ്പായിട്ടായിരുന്നു ജീവിക്കുന്നത്. ബിക്കോസ് അവർ ഇങ്ങോട്ടും അങ്ങോട്ടും ഹെൽപ്പ് ചെയ്തിട്ടായിരുന്നു ജീവിക്കുന്നത്. ഓക്കെ, സോ ആ സമയത്ത് ആർക്കും അങ്ങനെ ജോലിയൊന്നും ഇല്ലായിരുന്നു. അവരെന്തായിരുന്നു ചെയ്യുന്നത്? അവർ വീട് തപ്പുമായിരുന്നു, ഷെൽട്ടറും ഫുഡും തപ്പിക്കൊണ്ട് നടക്കുമായിരുന്നു. ഓക്കെ, ആൻഡ് വെ മെയിൻലി ഹണ്ടേഴ്സ് ആൻഡ് ഗ്യാദറേഴ്സ്. സോ ആ സമയത്ത് എല്ലാവരും മെയിൻലി ഹണ്ടേഴ്സ് മീൻസ് ആനിമൽസിനെ കൊന്നും ആൻഡ് ദെൻ എന്തെങ്കിലുമൊക്കെ ഹണ്ട് ചെയ്ത് കഴിക്കുന്നതും. ഗ്യാദറേഴ്സ് മീൻസ് എഡിബിൾ ഫ്രൂട്ട്സ് ആൻഡ് എന്തെങ്കിലുമൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനങ്ങൾ അവർ ഗ്യാദർ ചെയ്ത് വെക്കുമായിരുന്നു. അതായിരുന്നു ആ സമയത്തെ അവരുടെ പണി. ഓക്കെ, our early ancestors also had certain beliefs about the natural elements and possibly also some notion of afterlife. These groups lived in temporary camps, rock shelters or caves and communicated with each other using languages that are now lost. Okay, so ഇവർ ആ സമയത്തെ ആൾക്കാർ എങ്ങനെയായിരുന്നു? കേവ്സ് അല്ലെങ്കിൽ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു സ്ഥലത്തായിരുന്നു ജീവിക്കുന്നത്, ഗ്രൂപ്പാക്കി. ഓക്കെ, ബിക്കോസ് ഗ്രൂപ്പായി ജീവിച്ചാൽ അവർക്ക് ഇങ്ങോട്ടും അങ്ങോട്ടും ഹെൽപ്പ് ചെയ്യാം. ഓക്കെ, ആൻഡ് ദെൻ അവരുടെ കമ്മ്യൂണിക്കേഷൻ, അവരുടെ ലാംഗ്വേജ് ഒരു വേറെ തരം ലാംഗ്വേജ് ആയിരുന്നു. ഓക്കെ, ഇപ്പോൾ ആ ലാംഗ്വേജ് ഒന്നും എക്സിസ്റ്റേ ചെയ്യുന്നില്ല, ആരും ആ ലാംഗ്വേജ് ഒന്നും പറയാറില്ല. ഓക്കെ, സോ ഇറ്റ്സ് നൗ ലോസ്റ്റ്. അവരുടെ ലാംഗ്വേജ് ഇപ്പം ലോസ്റ്റ് ആയി, ഇപ്പം ഇല്ലാതെ. ഓക്കെ, ആൻഡ് ദെൻ അവർ ആ കേവിൻ്റെ അകത്ത് തന്നെ ഇരുന്ന്, ആ ഗുഫയ്ക്കകത്ത് തന്നെ ഇരുന്ന് തീയൊക്കെ കത്തിച്ച് കഴിഞ്ഞിട്ട് അവർ ഓരോരോ ടൂൾസ് ഉണ്ടാക്കുമായിരുന്നു. ഓക്കെ, ലൈക്ക് ആക്സായി, ബ്ലേഡായി, ഓക്കെ, ആരോ ഹെഡായി, അങ്ങനെ വേറെ വേറെ ടൂൾസ് അവർ ഉണ്ടാക്കുമായിരുന്നു. ബട്ട് അവർ ആ ഗുഫയ്ക്കകത്ത് ജീവിക്കുമ്പോഴും അവരൊരു ഇമ്പോർട്ടൻറ്റ് പണി ചെയ്യുമായിരുന്നു. ഓക്കെ, ആ ഇമ്പോർട്ടൻറ്റ് പണി അവർ ചെയ്തുകൊണ്ടാണ് ഇപ്പം നമുക്ക് പാസ്റ്റിനെ കുറിച്ച് അറിയാൻ ഇച്ചിരി ഈസി ആയത്. ഓക്കെ, അവരെന്തുമായിരുന്നു ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർ ആ ഗുഫയ്ക്കകത്ത് ഇരുന്നിട്ട് അതിൻ്റെ വോൾസിലൊക്കെ അവർ പെയിൻറ്റിങ്സ് ഉണ്ടാക്കുമായിരുന്നു. ഓക്കെ, അവർ വരയ്ക്കുമായിരുന്നു. ഓക്കെ, ആ പെയിൻറ്റിങ്സ് ഇപ്പോഴും ഹൺഡ്രഡ്സ് ഓഫ് കേവ്സിലുണ്ട്. ഓക്കെ, വേൾഡിലെ ഹൺഡ്രഡ്സ് ഓഫ് കേവ്സിൽ ഇപ്പോഴും ആ പെയിൻറ്റിങ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ചില പെയിൻറ്റിങ്സിൽ ചുമ്മാ കുഞ്ഞ് സിമ്പിൾ ഫിഗേഴ്സ് അല്ലെങ്കിൽ സിമ്പിൾസ് വല്ലതും ആയിരിക്കും. ഓക്കെ, ബട്ട് ചില പെയിൻറ്റിങ്സിൽ ഒത്തിരി ഡീറ്റെയിൽഡ് കാര്യങ്ങൾ വരച്ച് വെച്ചിട്ടുണ്ട്. ലൈക്ക് ഒത്തിരി ആനിമൽസും ഹ്യൂമൻസും ഒക്കെ നിൽക്കുന്ന ഒത്തിരി സീൻസ് അവർ വരച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ദെൻ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ അവർ ഈ കുഞ്ഞു കുഞ്ഞു സാധനം കൊണ്ട് ഓർണമെൻറ്റ്സ് ഉണ്ടാക്കാൻ അവർ പഠിച്ചായിരുന്നു. ഓക്കെ, ഓർണമെൻറ്റ്സ് മീൻസ് നെക്ലേസ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ അവർ പഠിച്ചായിരുന്നു. പെൻഡൻസ് ഒക്കെ ആനിമൽസിൻ്റെ പല്ല് വെച്ച് അവർ പെൻഡൻസ് ഒക്കെ ഉണ്ടാക്കുമായിരുന്നു. ഓക്കെ, സോ അങ്ങനെ അവർ ഓർണമെൻറ്റ്സ് ഒക്കെ ഉണ്ടാക്കാൻ പഠിച്ചു. ആൻഡ് ദെൻ അവർ വേറെ വേറെ ഗ്രൂപ്പ്സിൽ അത് ഷെയറും ചെയ്യുമായിരുന്നു. ഗ്രൂപ്പ്സിൽ ഷെയർ ചെയ്യുക എന്ന് വെച്ചാൽ വാട്സപ്പ് ഗ്രൂപ്പിലല്ല, ബട്ട് ഇൻ ജനറൽ അവർ ഇങ്ങനെ ഹ്യൂമൻ ഗ്രൂപ്പ്സ് അവരുണ്ടാക്കിയായിരുന്നു ജീവിക്കുന്നത്. സോ ആ ഗ്രൂപ്പ്സിലൊക്കെ അവർ ഷെയർ ചെയ്യുമായിരുന്നു. ഓക്കെ, ഓക്കെ, നൗ ദ ഫസ്റ്റ് ക്രോപ്സ്. So, over long ages, the Earth's climate has gone through many changes. Okay, so വർഷങ്ങളായിട്ട് ഈ ഭൂമി ഉണ്ട് ഇവിടെ. ഓക്കെ, എർത്ത് ഉണ്ട്. സോ എർത്തിൻ്റെ ക്ലൈമറ്റിലും കുറേ ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഓക്കെ, ഒരു സമയത്ത് എർത്ത് ഐസ് ഏജിലായിരുന്നു. ഐസ് ഏജ് മീൻസ് ഫുൾ എർത്ത് തണുപ്പായിരുന്നു. ഓക്കെ, ഫുൾ എർത്തിൽ തണുപ്പായിരുന്നു, ചൂടെന്ന് പറഞ്ഞൊരു സംഭവമേ ഇല്ലായിരുന്നു. ഓക്കെ, ഫുൾ എർത്ത് സ്നോയും കൊണ്ട് കവേർഡ് ആയിരുന്നു, ഐസും കൊണ്ട് കവേർഡ് ആയിരുന്നു. ഓക്കെ, സോ ആ ഒരു പീരിയഡ് ഓഫ് ടൈമിനെ നമ്മൾ ഐസ് ഏജ് എന്നാണ് പറയുന്നത്. ഈ ഐസ് ഏജിനെ കുറിച്ച് നിങ്ങൾ സയൻസിൽ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ആൻഡ് ദെൻ പയ്യെ പോയി ക്ലൈമറ്റ് ഇച്ചിരി വാം ആകാൻ തുടങ്ങി, ഇച്ചിരി ചൂടാകാൻ തുടങ്ങി. ഓക്കെ, ആൻഡ് ദെൻ ചൂടാകാൻ തുടങ്ങിയപ്പം ഈ ഐസൊക്കെ മെൽറ്റായി, റിവേഴ്സ് ഒക്കെ ഉണ്ടായി, ആൻഡ് ദെൻ പോൺസ്, റിവേഴ്സ് അതൊക്കെ ഉണ്ടായി. ഓക്കെ, ആൻഡ് ദെൻ റിവേഴ്സ് ഉണ്ടായി കഴിഞ്ഞപ്പം ഈ മനുഷ്യർ ഓക്കെ ഹ്യൂമൻസ്, ഹോമോസേപ്പിയൻസ് കേവ്സ് ഒക്കെ വിട്ട് റിവേഴ്സിൻ്റെ അടുത്തൊക്കെ പോയി ജീവിക്കാൻ സ്റ്റാർട്ട് ചെയ്തു.
ബിക്കോസ് അവിടെ റിവേഴ്സിൻ്റെ അടുത്ത് അവർ പോയി ജീവിച്ചാൽ അവർക്ക് അവിടെ വെള്ളവും ഈസിലി കിട്ടും. ആൻഡ് ഓൾസോ അവിടെ ഫാമിംഗ് അഗ്രികൾച്ചറൊക്കെ ചെയ്യാൻ അവിടുത്തെ മണ്ണ് ഒത്തിരി നല്ലതാണ്. ഓക്കെ, ദാറ്റ്സ് വൈ അവർ അവിടെ ഷിഫ്റ്റായി അവിടെ ജീവിക്കാൻ തുടങ്ങി. ആൻഡ് ദെൻ അവിടെ ജീവിച്ച് കുറച്ച് നാൾ കഴിഞ്ഞപ്പം അവരെന്ത് ചെയ്തു, അവർ സീരിയൽസും ഗ്രെയിൻസും ഒക്കെ അവിടെ ഗ്രോ ചെയ്യാൻ തുടങ്ങി. ഓക്കെ, അവർ ഫാമിംഗ് ഒക്കെ തുടങ്ങി അവിടെ. ആൻഡ് ദെൻ അവർ ഡൊമസ്റ്റിക്കേറ്റഡ് ആനിമൽസ് മീൻസ് അവർ പശുക്കളെ വളർത്താനും തുടങ്ങി. ഓക്കെ, മീൻസ് കാറ്റൽ, ഗോഡ്സ് എക്സെട്ര അതിനെ അവർ വളർത്താൻ തുടങ്ങി അവിടെ. ഓക്കെ, ആൻഡ് ദെൻ സോ ഇങ്ങനെ ഫുഡിൻ്റെ പ്രൊഡക്ഷൻ തുടങ്ങി. ഓക്കെ, ഫുഡിൻ്റെ പ്രൊഡക്ഷൻ തുടങ്ങി, അത് ഒത്തിരി ഇങ്ങനെ വളരാൻ തുടങ്ങിയപ്പോഴത്തേക്ക് കുഞ്ഞു കുഞ്ഞ് ഹാംലെറ്റ്സ് ഉണ്ടാകാൻ തുടങ്ങി. ഹാംലെറ്റ്സ് മീൻസ് കുഞ്ഞു കുഞ്ഞു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഒരു സ്ഥലത്ത് ജീവിക്കും, അതിനെന്തോ ഒരു ഹാംലെറ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, സോ അങ്ങനെ ആൾക്കാർ ഒരു സ്ഥലത്ത് ജീവിക്കാൻ തുടങ്ങി. ആൻഡ് ദെൻ ഓരോരോ ഗ്രൂപ്പ് ഉണ്ടായി, ഓരോരോ ആൾക്കാർ ജീവിക്കാൻ തുടങ്ങി. അങ്ങനെ ഹാംലെറ്റ്സ് ഒക്കെ ഫോം ആകാൻ തുടങ്ങി. ഓക്കെ, ആൻഡ് ദെൻ ഈ കുഞ്ഞു കുഞ്ഞു ഹാംലെറ്റ്സ് പിന്നെ പോയി വലിയ വലിയ വില്ലേജസ് ആൻഡ് ദെൻ വലിയ വലിയ ടൗൺസ് ആയി മാറി. ആൻഡ് ദെൻ ഈ വില്ലേജസും ഈ ടൗൺസിലും ഒക്കെ ആൾക്കാർ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങി. എല്ലാവരും ഫാമിംഗ് ചെയ്യുമായിരുന്നു, എല്ലാവർക്കും വെള്ളം കിട്ടും, എല്ലാവർക്കും ലാൻഡിൽ അധികാരമുണ്ട്, അങ്ങനെയൊക്കെ അവർ ജീവിക്കാൻ തുടങ്ങി. ഓക്കെ, സോ ഈ കമ്മ്യൂണിറ്റീസ് പയ്യെ പയ്യെ ഗ്രോ ആകാൻ തുടങ്ങിയപ്പോഴത്തേക്ക് അങ്ങനെയല്ലേ, മീൻസ് നിങ്ങളായാലും നിങ്ങളുടെ ഫ്രണ്ട് ഗ്രൂപ്പ് വലിയതായി തുടങ്ങിയാൽ അതിൽ ചെറിയ പ്രശ്നങ്ങളും അങ്ങനെയൊക്കെ ഉണ്ടാകും, റൈറ്റ്? അങ്ങനെ തന്നെ ഹ്യൂമൻസിൻ്റെ കമ്മ്യൂണിറ്റിയും അത് പയ്യെ പയ്യെ ഗ്രോ ആകാൻ തുടങ്ങിയപ്പം അതിലും കുറച്ച് കുറച്ച് പ്രശ്നങ്ങളൊക്കെ വന്നു. സോ അവർക്ക് ലീഡേഴ്സും ഓരൽസ് ചീഫ് ടെയിൻസ് എന്നും പറയും, ലീഡേഴ്സിന് ചീഫ് ടെയിൻസ് എന്നും പറയും. ഓക്കെ, അവരെ അവർ വെച്ചിട്ടുണ്ടായിരുന്നു. സോ അവരായിരുന്നു റെസ്പോൺസിബിൾ, അവർ നോക്കുമായിരുന്നു ദാറ്റ് ഒരു പ്രോബ്ലംസ് ഒന്നും ഇല്ല, വഴക്കൊന്നുമില്ല, അതൊക്കെ നോക്കുന്ന ലീഡേഴ്സോ ഓരൽസ് ചീഫ് ടെയിൻസ് എന്നും പറയും, അവരുടെ വർക്കായിരുന്നു. ഓക്കെ, സോ അവരത് നോക്കി എല്ലാവരെയും സന്തോഷമായിട്ട് ഹെൽപ്പ് ചെയ്യുമായിരുന്നു. ആൻഡ് ദെൻ അങ്ങനെ ഇവിടെ കണ്ടോ, ഈ പിക്ചറിൽ നിങ്ങൾക്ക് കാണാമല്ലോ, ചില ആൾക്കാർ ഫാമിംഗ് തുടങ്ങി, ആൻഡ് ദെൻ ചില ആൾക്കാർ കുക്കിംഗ് തുടങ്ങി. അപ്പോൾ പയ്യെ പയ്യെ കൂട്ടത്തിൽ ജീവിച്ച് പുതിയ ടെക്നോളജീസും അവർ ക്രിയേറ്റ് ചെയ്തു. മീൻസ് ഇവിടെ കണ്ടോ, ഇവിടെ ഇവർ പാത്രങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. ഓക്കെ, അങ്ങനെ തന്നെ കണ്ടോ, പുതിയ ടൂൾസ് ഒക്കെ ഇവരുടെ കയ്യിലുണ്ട്. അങ്ങനെ ഇവർ ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് ഇപ്പോൾ നമ്മൾ ഈ ഒരു ലെവലിലെത്തി. ഓക്കെ, സോ ദാറ്റ് വാസ് ഇറ്റ്. ആൻഡ് ചാപ്റ്റർ 6 നമ്മൾ കാണും ദ സിവിലൈസേഷൻ എങ്ങനെയാണ് തുടങ്ങിയത്. ഓക്കെ, സോ ദാറ്റ് വാസ് ഇറ്റ്. ഇറ്റ് വാസ് എ വെരി ഈസി ചാപ്റ്റർ. ആൻഡ് ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് യു can comment down below. And yeah, that is it. And please do not forget to like, share and subscribe to my channel for more such videos. And yeah, thank you.